ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ഒരു പുതിയ ബോർഡർ ലൈൻ പഠിക്കാം. ഇതുപോലെ 2 ലൈനുകൾ വരച്ചെടുക്കുക. അതിനുശേഷം താഴത്തെ ലൈനിൽ നിന്ന് നൂല് കുത്തിയെടുക്കുക. മുകളിലത്തെ ലൈനിൽ കുത്തി താഴേക്ക് ഇറക്കുക. അതിനുശേഷം ആദ്യം കുത്തിയ ലൈനിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തുക. മുകളിലേക്ക് വലിച്ചെടുക്കുക. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. വീണ്ടും ഇവിടെ കുത്തുക. അതിനുശേഷം നീഡിൽ താഴേക്ക് വലിക്കുക. ശേഷം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തുക. ഇതുപോലെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഇവിടെ കുത്തുക. ഇത് ബോർഡർ ഡിസൈനാണ്. വീണ്ടും ഒരു 1/2 ഇഞ്ച് മാറി മുകളിൽ കുത്തുക. അതിനുശേഷം ഇതുപോലെ താഴെ കുത്തുക. ഇതുപോലെ വീണ്ടും മുകളിൽ കുത്തുക. നമ്മൾ ബോർഡറുകളിൽ ചെയ്യുന്ന ഡിസൈനാണ്. ഞാൻ കുറച്ച് അകത്തിയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. കുറച്ചുകൂടി അടുത്തടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് ഈ ഡിസൈൻ പഠിക്കാൻ. നമ്മുടെ ചുരിദാറുകളുടെ കൈകളിൽ, ബ്ലൗസിൻ്റെ കയ്യിൽ, ബോർഡറിലൊക്കെ ചെയ്യുന്നതാണ്. ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ സൈഡുകളിലൊക്കെ ചെയ്യുന്ന ഡിസൈനാണ്. ഇനി നമ്മളിവിടെ ഒരു പൂ തുന്നാൻ പോവുകയാണ്. ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ലൈൻ ചെരിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നൊരു ലൈന് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ലൈൻ കൊടുക്കുക. ഇതുപോലെ കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. വീണ്ടും ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. അതിനുശേഷം ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. ഇവിടെ കുത്തി താഴ്ത്തുക. ഒരു പൂവിൻ്റെ ഷേപ്പായി. വളരെ എളുപ്പം. ഇതുപോലെ നമുക്ക് ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും ഇതുപോലെ പൂ തുന്നാൻ പറ്റും. ഈ പൂ വേണമെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ ചെസ്റ്റ് പാർട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇതുപോലെ തുടങ്ങുക. ശേഷം കുറച്ച് ഗ്യാപ്പ് ഇടുക. ഇത് ചെയ്യുക. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.
താങ്ക് യു.